ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എക്സൽ വിത്ത് ആഷിഫിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ GST ചെറിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അപ്ഡേഷനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്, GST റണ്ണ് ചെയ്യുന്ന സമയത്ത് എറർ അടിക്കുന്നുണ്ട്, ഓഫ്ലൈൻ ടൂൾ വെച്ചിട്ട് JSON ഫയൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എറർ മെസ്സേജ് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എറർ വരുന്നത് GST ചെറിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. ആ അപ്ഡേഷൻ നിങ്ങൾ ഓഫ്ലൈൻ ടൂളാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് വേർഷൻസ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം യൂസ് ചെയ്താൽ എറർ പോകുന്നതായിരിക്കും. അപ്പോൾ എന്താണ് അപ്ഡേറ്റ്, അത് ചുരുക്കി പറയുന്നത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമുക്ക് വരും ക്ലാസ്സിൽ നമുക്ക് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എറർ റെക്ടിഫൈ ചെയ്തിട്ട്, കാരണം ഫയലിംഗ് ഡേറ്റ് ആയി 11-ാം തീയതി നിങ്ങൾക്ക് ഫയൽ ചെയ്യണമെന്ന് അറിയാം. അപ്പോൾ എററും കാര്യങ്ങൾ വരുന്നുള്ളവർ ജസ്റ്റ് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്താണ് അപ്ഡേഷൻ വന്നതെന്നും എങ്ങനെ നിങ്ങൾക്ക് ഓഫ്ലൈൻ വെച്ച് ഫയൽ ചെയ്യുക, അതുപോലെ തന്നെ ഓൺലൈനിൽ ഫയൽ ചെയ്യുമ്പോൾ എങ്ങനെ ഫയൽ ചെയ്യുക, അതേപോലെ തന്നെ ടാലി യൂസ് ചെയ്ത് ഫയൽ ചെയ്യുമ്പോൾ എങ്ങനെ ഫയൽ ചെയ്യാമെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കവറപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ, ഇപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ എല്ലാവർക്കും വരുന്ന എററാണ് ഇതുപോലെ നമ്മൾ JSON ഫയൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ജസ്റ്റ് എറർ അടിക്കുന്നു. ഓക്കെ, അപ്പൊ ഈ എറർ എങ്ങനെ ഒഴിവാക്കിയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കവറപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്താണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ മെയിൻ ആയിട്ട് വന്നിട്ടുള്ളത് ടേബിൾ 12-ലും അതുപോലെ തന്നെ ടേബിൾ 13-ലാണ് മാൻഡേറ്ററി ഫീൽഡ് വന്നിട്ടുള്ളത്. അതായത് നമ്മൾ ഇത്രയും കാലം GSTR1-ൽ HSN സമ്മറി കൊടുത്തിരുന്നു, നമുക്ക് ടോട്ടൽ HSN സമ്മറി കൊടുത്താൽ മതിയായിരുന്നു. അതായത് നിങ്ങളെ B2B സെയില്, B2C സെയില്, അതിൽ B2B സെയിൽസ് റിട്ടേൺ, ഇതെല്ലാം നെറ്റ് ഓഫ് ചെയ്ത് കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്താൽ മതിയായിരുന്നു. ഓക്കെ, ഇനി പുതിയ അപ്ഡേഷനിൽ വന്നിട്ടുള്ളത് നിങ്ങൾ HSN സമ്മറി അപ്ലോഡ് ചെയ്യുമ്പോൾ B2B ഇല്ല HSN വേറെ തന്നെ അപ്ലോഡ് ചെയ്യണം, അതുപോലെ തന്നെ B2C ഇല്ലത് വേറെ തന്നെ അപ്ലോഡ് ചെയ്യണം. സഗ്രിഗേറ്റ് ചെയ്തിട്ട് തന്നെ HSN സമ്മറി നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. ഓക്കെ, അതിൽ വേറൊരു അപ്ഡേഷൻ വന്നിട്ടില്ല, നിങ്ങൾ ATO, അതായത് നിങ്ങളെ ആനുവൽ അഗ്രിഗേറ്റഡ് ടേൺ ഓവർ 5 കോടിക്ക് താഴെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിനിമം 4 HSN കോഡ് കീപ്പ്, അതായത് HSN കോഡിന്റെ ഡിജിറ്റ് 4 എണ്ണം മിനിമം യൂസ് ചെയ്യണം. അതുപോലെ തന്നെ 5 കോടിന് മുകളിൽ നിങ്ങളെ ടേൺ ഓവർ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ HSN കോഡ് എന്തായാലും 6 ഡിജിറ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ നിലവിൽ എത്ര കോടിയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഇപ്പോഴേ HSN കോഡ് 6 ഡിജിറ്റ് തന്നെ ഫോളോ ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ ആ ഒരു സമയമാകുമ്പോൾ നിങ്ങളത് 4 ഡിജിറ്റിലെ HSN 6 ഡിജിറ്റിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് ടഫാണ്, കുറച്ച് പണിയെടുക്കേണ്ടി വരും. HSN 4 ഡിജിറ്റിലെല്ലാം മാറ്റി എല്ലാ ഐറ്റത്തിലും 6 ഡിജിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് കുറേ കഷ്ടപ്പാടാണ്. അപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് ഫേം തുടങ്ങുന്നവരാണെങ്കിലും നിങ്ങൾ GST ഫയലിംഗ് കാര്യങ്ങൾ റെഗുലേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിലും നിലവിൽ ഇപ്പോൾ 1 കോടി 2 കോടി സെയിൽ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾ HSN കോഡ് 4 ഡിജിറ്റ് ആണില്ലെങ്കിൽ അത് 6 ഡിജിറ്റിലേക്ക് മാറ്റാൻ നോക്കാം. അതല്ലെങ്കിൽ നിങ്ങളെ ടേൺ ഓവർ 5 കോടി കഴിഞ്ഞാൽ നിങ്ങൾക്കത് മാൻഡേറ്ററി ആകും. 6 ഡിജിറ്റിന് മുകളിലെ HSN കോഡ് മാത്രമേ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ ആണ്. അതുപോലെ തന്നെ B2Bയിൽ നിങ്ങൾ എന്തെങ്കിലും GSTR1-ൽ എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഡാറ്റ ഉണ്ടെങ്കിൽ അതിന് നിർബന്ധമായിട്ടും ഇനി ടേബിൾ 13 ഡോക്യുമെന്റ് ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യണം. അത് മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട്. അതല്ലെങ്കിൽ ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് എറർ അടിക്കുന്നതായിരിക്കും, നിങ്ങൾക്ക് ഫയൽ ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് GST സൈറ്റ് തുറന്നിട്ട് നോക്കാം. അപ്പോൾ ഇതാണ് മെയിനായിട്ട് വന്ന അപ്ഡേഷൻ വരുന്നത്. അതേപോലെ തന്നെ ഡ്രോപ്പ് ഡൗൺ ഓൺലി, അതായത് HSN കോഡ് മസ്റ്റ് സെലക്ടഡ് ഫ്രം പ്രീ ഡിഫൈൻഡ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്. അതായത് നമുക്ക് മുമ്പ് എന്ന് വെച്ചാൽ HSN കോഡ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇനി മുതൽ അത് പറ്റില്ല. GST സൈറ്റിൽ തന്നെ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ HSN കോഡ് അടിക്കുമ്പോൾ എന്താണോ ലുക്ക് ചെയ്ത് വരുന്നത് അതിൽ നിന്ന് മാത്രമേ നമുക്ക് HSN കോഡ് സെലക്ട് ചെയ്യാൻ പറ്റും. ചുരുക്കി പറഞ്ഞ ഓഫ്ലൈൻ ടൂൾ ചെയ്യുന്നവരും ടാലിയിൽ JSON ക്രിയേറ്റ് ചെയ്ത് ചെയ്യുന്നവരെല്ലാം നിങ്ങളുടെ HSN കോഡ്, നിങ്ങൾ നിലവിൽ ഐറ്റത്തിൽ കൊടുത്ത HSN കോഡ് നമ്മുടെ GSTR പോർട്ടലിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എറർ കോഡ് അടിക്കും, ഇല്ലെങ്കിൽ എറർ അടിക്കും. ഓക്കെ, അതേപോലെ തന്നെ ഓട്ടോ ഫില്ലർ ഡിസ്ക്രിപ്ഷൻ HSN ഓട്ടോമാറ്റിക്കലി GSTയിൽ ഫില്ലാകും. നമുക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാനും പറ്റും കേട്ടോ മാസ്റ്റേഴ്സിൽ. പിന്നെ സ്പ്ലിറ്റ് വ്യൂ ടേബിൾ 12, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കണക്കെ ഇനി നിങ്ങൾക്ക് ടേബിൾ 12 HSN സമ്മറി അപ്ലോഡ് ചെയ്യുമ്പോൾ B2B വേറെ തന്നെ അപ്ലോഡ് ചെയ്യണം, B2C വേറെ തന്നെ അപ്ലോഡ് ചെയ്യണം. ഓക്കെ, അതും നമുക്ക് സൈറ്റിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പിന്നെ ക്രോസ് വെരിഫിക്കേഷൻ വിത്ത് അതർ GSTR1 ടേബിൾ, എല്ലാ ടേബിൾ തമ്മിൽ ഇന്റർ കണക്ഷൻ ഉണ്ടായിരിക്കും. അതായത് നിങ്ങൾ B2B ഈ ഇൻവോയ്സും കാര്യങ്ങളെല്ലാം ഇല്ലവരാണെന്നുണ്ടെങ്കിൽ B2Bയിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്
നിങ്ങൾ ഡാറ്റ പോപ്പപ്പ് ചെയ്ത് വരും. അതും ഈ ഒരു GSTR1 നിങ്ങൾ B2Bയും ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി തന്നെ GSTR1 അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോമാറ്റിക്കലി വെരിഫൈ ചെയ്യുന്നതായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് B2Bയിൽ ഈ ഇൻവോയ്സ് നിങ്ങൾ അടിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഡാറ്റ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് B2B HSN സമ്മറി ഫില്ല് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ 2B നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ ഡോക്യുമെന്റ് യു മസ്റ്റ് റിപ്പോർട്ട് ഇൻവോയ്സ്, അതായത് നമ്മൾ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാൻഡേറ്ററി ആയിട്ട് ഡോക്യുമെന്റ് ഡീറ്റെയിൽസ് കൊടുക്കണം. ഇൻവോയ്സ് ആയാലും ക്രെഡിറ്റ് നോട്ട്, ഡെബിറ്റ് നോട്ട്, റിവൈസ്ഡ് ഇൻവോയ്സ് ആയാലും ഡെലിവറി ചെലാൻ ആയാലും എന്ത് തന്നെ ആയാലും നമ്മൾ ഡോക്യുമെന്റ് ഡീറ്റെയിൽസ് നിർബന്ധമായിട്ടും കൊടുക്കണം. അതായത് നിങ്ങൾ ടേബിൾ 13 ഡോക്യുമെന്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഫയൽ ചെയ്യാൻ പറ്റില്ല, എറർ കോഡ് അടിക്കും. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമ്മുടെ GSTയിൽ വന്ന അപ്ഡേഷന്. നമുക്ക് GST പോർട്ടൽ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ GST കാര്യങ്ങൾ, അപ്ഡേഷനും കാര്യങ്ങളെല്ലാം, അതുപോലെ തന്നെ ടാലി അപ്ഡേഷൻ, ടാലി ഫുൾ കോഴ്സ് നമ്മൾ ഫ്രീ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെല്ലാം കാണാൻ താല്പര്യമുള്ളവരെല്ലാം നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് റൺ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഈ ഒരു വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ജോയിൻ ചെയ്യുക. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജോയിൻ ചെയ്യിപ്പിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ വീഡിയോസും കാര്യങ്ങളിലും ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് നിങ്ങൾ അഭിപ്രായം കാര്യങ്ങളിലും ഒന്ന് അറിയിച്ചിട്ട് നമ്മുടെ കൂടെ കൂടാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കാൻ പോകുന്നത് GSTR പോർട്ടലിലാണ്. ജസ്റ്റ് GST പോർട്ടലിൽ നിങ്ങൾക്ക് ഒരു യൂസർ നെയിം പാസ്വേഡ് ഉണ്ടാവും. ജസ്റ്റ് അത് വെച്ചിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യാം. നോർമൽ ഞാൻ GSTR1 ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല, നമുക്ക് വീഡിയോ നല്ല ലെങ്ത് ആയി പോകും. അപ്പോൾ മെയിൻ ആയിട്ട് വന്ന അപ്ഡേഷൻ കാര്യങ്ങൾ ജസ്റ്റ് പോർട്ടൽ വഴി കാണിച്ചിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഡീറ്റെയിൽ വീഡിയോ GSTR1 നമുക്ക് ചെയ്യാം. ഓക്കെ, അതിൽ റിട്ടേൺ ഡാഷ്ബോർഡ് എടുക്കുന്നു. നമ്മൾ ഫയൽ ചെയ്യാൻ പോകുന്നത് മെയ് മാസമാണ്. കഴിഞ്ഞ മെയ് മാസം മുതലാണ് ഈ ഒരു അപ്ഡേഷൻ വന്നിട്ടുള്ളത്. ഇപ്പൊ മെയ് മാസം എടുക്കും. നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കവറപ്പ് ചെയ്യാൻ പോകുന്നത് പുതിയതായിട്ട് വന്ന അപ്ഡേഷൻ, അതേപോലെ തന്നെ GSTR ഓഫ്ലൈൻ ടൂള് ലേറ്റസ്റ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, ടാലിയിൽ ഈ ഒരു ഫീച്ചർ എങ്ങനെ ഇനേബിൾ ചെയ്യാം. അതായത് ഇനിയിപ്പോ നമുക്ക് സ്പ്ലിറ്റ് ആയിട്ട് മാത്രമേ GST സമ്മറി അപ്ലോഡ് ചെയ്യാൻ പറ്റൂ, HSN സമ്മറി. അപ്പൊ അതെങ്ങനെ ടാലിയിൽ ഇനേബിൾ ചെയ്യാം, ഈ ഒരു സാധനങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കവറപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് GST പോർട്ടൽ ഓപ്പൺ ചെയ്യാം. GSTR1 ഫയൽ ചെയ്യേണ്ട ഇത് ഓപ്പൺ ചെയ്തു. ഇവിടെ GSTR1 പ്രിപ്പയർ ഓൺലൈൻ കൊടുക്കുന്നു. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഈ ഇൻവോയ്സും കാര്യങ്ങളെല്ലാം ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ B2B ട്രാൻസാക്ഷൻസ് എല്ലാം പോപ്പപ്പ് ചെയ്ത് വന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ B2B ക്രെഡിറ്റ് നോട്ട്സും ഡെബിറ്റ് നോട്ട്സും ഇവിടെ പോപ്പപ്പ് ചെയ്ത് വന്നിട്ടുണ്ടാകും. ഇവിടെ നിങ്ങൾ ഇൻവോയ്സ് കാര്യങ്ങളെല്ലാം എന്തെങ്കിലും അടിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലെല്ലാം അത് ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞ കണക്ക് 5 കോടിക്ക് മുകളിലുള്ള ടേൺ ഓവർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ HSN സമ്മറി B2Cയും ചെയ്യേണ്ട മാൻഡേറ്ററി ആണ്. അത് 5 കോടിക്ക് താഴെയാണെന്നുണ്ടെങ്കിൽ B2C മാൻഡേറ്ററി ഇല്ലാന്ന് തോന്നുന്നു. B2B മാത്രം HSN സമ്മറി നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, അതേപോലെ തന്നെ ഡോക്യുമെന്റ് ഇഷ്യൂഡ് നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡോക്യുമെന്റ് ഇഷ്യൂഡ് നിർബന്ധമായിട്ടും ഇനി മുതൽ ചെയ്യണം, മാൻഡേറ്ററി ആണ്. അതുപോലെ തന്നെ ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇവിടെ B2B വന്നിട്ടുണ്ട് ഓട്ടോമാറ്റിക്കലി. നമുക്കിനി ഇതിൽ മെയിൻലി വന്ന അപ്ഡേഷൻ വരുന്നത് HSN വൈ സമ്മറി ഓഫ് ഔട്ട്വേർഡ് സപ്ലൈസ് ആണ്. അതായത് ടേബിൾ 12 ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോ ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇന്റർഫേസ് ആണ് കിട്ടുന്നത്. ഇതിൽ നമുക്ക് വന്ന മാറ്റം നോക്കാം. ഇവിടെ സെപ്പറേറ്റ് 2 ടാബ് വന്നിട്ടുണ്ട്, B2B സപ്ലൈസ്, B2C സപ്ലൈസ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അതായത് ഇനി മുതൽ നമ്മൾ HSN അപ്ലോഡ് ചെയ്യുമ്പോൾ B2B വേറെ തന്നെ അപ്ലോഡ് ചെയ്യണം, B2C വേറെ തന്നെ അപ്ലോഡ് ചെയ്യണം. ഓക്കെ, അത് വലിയ ടഫ് ഒന്നുമില്ല. ഇതിലൊരു നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നത് ഇനി മുതൽ നിങ്ങൾ സെപ്പറേറ്റ് കാണിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതിൽ നിങ്ങൾ ഏതെങ്കിലും ബില്ലിംഗ് സോഫ്റ്റ്വെയർ കാര്യങ്ങളെല്ലാം യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ JSON ഫയൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് അപ്ഡേഷൻ പറയാ. ആ ഒരു ബില്ലിംഗ് സോഫ്റ്റ്വെയർ കമ്പനി വിളിച്ചിട്ട് ഇങ്ങനെ ഒരു അപ്ഡേഷൻ അവരെന്തായാലും അറിഞ്ഞിട്ടുണ്ടാകും, അപ്ഡേഷൻ വന്നിട്ടുണ്ട്, അപ്പോൾ GSTR1 വന്ന അപ്ഡേഷൻ ഇംപ്ലിമെന്റ് ചെയ്ത് തരാൻ പറയാം. അപ്പൊ നിങ്ങളുടെ സോഫ്റ്റ്വെയറും കാര്യങ്ങളും അപ്ഡേഷൻ കാര്യങ്ങൾ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ B2B ഫില്ല് ചെയ്യേണ്ട ഒരു ഫീൽഡ് ഉണ്ട്, B2C സപ്ലൈസ് ഫില്ല് ചെയ്യേണ്ട ഒരു ഫീൽഡ് ഉണ്ട്. ഇവിടെ B2Bയിൽ ഫില്ല് ചെയ്യുമ്പോൾ നേരത്തെ നമുക്ക് ഇവിടെ HSN കോഡ് കൊടുക്കാൻ പറ്റുമായിരുന്നു. നമുക്കൊരു HSN കോഡ് ഉണ്ടെങ്കിൽ നമുക്കത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷേ ഇനി മുതൽ നമുക്ക് ഇതിൽ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്, അതായത് നമ്മുടെ HSN കോഡ് കൊടുത്തു കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെ ഒരു HSN കോഡ് ഇവിടെ കൊടുക്കാൻ കഴിയില്ല. കാരണം ഇവിടെ HSN കോഡ് അടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്ത് വരും. ഇതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്താൽ മാത്രമേ അത് മുമ്പോട്ട് പോകും. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒരു
HSN നമ്മൾ ഇങ്ങനെ ഇതേപോലെ മൈക്കാണോ പ്ലൈവുഡ് ആണോ ഇത് സെലക്ട് ചെയ്താൽ മാത്രമേ മുമ്പോട്ടേക്ക് ഫീൽഡ് പോകുള്ളൂ. ഇതിൽ ഡിസ്ക്രിപ്ഷൻ നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡിസ്ക്രിപ്ഷൻ ആസ് പെർ HSN കോഡ് ഓട്ടോമാറ്റിക്കലി ഇവിടെ വരും, നമുക്കത് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. 5 കോടി ടേൺ ഓവറിൽ താഴെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാല് ലെറ്റേഴ്സ് അടിച്ചാൽ പ്രശ്നമില്ല, 4 ഡിജിറ്റ് അടിച്ചാൽ പ്രശ്നമില്ല. 5 കോടിക്ക് മുകളിൽ ടേൺ ഓവർ ഉണ്ടെങ്കിൽ നിങ്ങൾ മിനിമം 6 ഡിജിറ്റ് HSN കോഡ് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കാം. ഇനി വേറൊരു കാര്യം ഞാൻ പറഞ്ഞെടുക്കാം, B2B ഇനി നമുക്ക് ഇൻവോയ്സും കാര്യങ്ങൾ 5 കോടി ടേൺ ഓവർ ഉള്ളവര് എന്തായാലും ഈ ഇൻവോയ്സ് രജിസ്ട്രേഷൻ ചെയ്യണം. അതായത് ഇൻവോയ്സ് മാൻഡേറ്ററി ആണ്, ഇൻവോയ്സ്. അതേപോലെ തന്നെ നിങ്ങളുടെ സോഫ്റ്റ്വെയറിൽ എങ്ങനെ നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടും, അതായത് ഓഫ്ലൈൻ ടൂൾ വെച്ച് അപ്ലോഡ് ചെയ്തിട്ട് എറർ അടിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഡൗൺലോഡ് HSN കോഡ് ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ HSN കോഡ്, അതായത് GST സൈറ്റിലുള്ള HSN കോഡിന്റെയും അതിന്റെ ഡിസ്ക്രിപ്ഷനും കാണാൻ പറ്റും. ഈ ഒരു HSN കോഡിൽ ഉള്ള HSN മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു സൈറ്റിൽ GST സൈറ്റിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ HSN ബേസ് സമ്മറി എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എറർ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു HSN കോഡുമായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് മാച്ച് ചെയ്ത് നോക്കാം. ഇതിലുള്ള HSN കോഡ് മാത്രമേ നിങ്ങൾക്ക് സൈറ്റിൽ ഇനി മുതൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അത് ഒന്ന് മെയിനിൽ വെക്കാം. നമുക്ക് ഞാൻ അപ്പോ ഫേസായിരിക്കും ഇനി മുതൽ എടുത്ത് നോർമലി ഇല്ലാണൊക്കെ തന്നെ നിങ്ങൾ HSN കോഡ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതായത് HSN വെറുതെ ടൈപ്പ് ചെയ്താൽ പോരാ, HSN ഇവിടെ സെലക്ട് ചെയ്യുക, ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, എന്താണോ ഡിസ്ക്രിപ്ഷൻ അത് കൊടുക്കുക, അല്ലെങ്കിൽ HSN കോഡ് കൊടുക്കുക. ഇവിടെ HSN കോഡിന്റെ GST സൈറ്റിലുള്ള ഡിസ്ക്രിപ്ഷൻ ഇവിടെ ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ട്. UQC കോഡ് എന്താണെന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ടോട്ടൽ ക്വാണ്ടിറ്റി, അതേപോലെ തന്നെ ടാക്സബിൾ വാല്യൂ, GST റേറ്റ്, അതുപോലെ തന്നെ ഇന്റഗ്രേറ്റഡ് ആണോ അല്ല സെൻട്രൽ സ്റ്റേറ്റ് GST ആണോ അത് കൊടുക്കുക ഇവിടെ. എന്നിട്ട് ഇവിടെ ജസ്റ്റ് ആഡ് കൊടുത്താൽ മതി. ഇവിടെ ഇനി മുതൽ ഇനി വരാൻ പോകുന്ന അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇനി നമുക്ക് ചിലപ്പം എനിക്കറിയില്ല ഓരോരോ അപ്ഡേഷൻ ആയിട്ട് GST വരുന്നുണ്ട്. അപ്പോൾ ഈ ഇൻവോയ്സ് അടിക്കുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കലി HSN എല്ലാം ഫ്ലച്ച് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇവിടെ ടാബ് കൊടുത്തിട്ടുണ്ട്, ഇമ്പോർട്ട് HSN ഡാറ്റ ഫ്രം ഇൻവോയ്സസ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. നിലവിൽ ജസ്റ്റ് വാല്യൂ മാത്രം കൊടുക്കുന്നതുകൊണ്ട് അവിടെ വരില്ല. നമ്മൾ HSN കോഡ് ഉൾപ്പെടെ ഇൻവോയ്സ്, അതായത് ഇനി മുതൽ എനിക്ക് തോന്നുന്നു അപ്ലോഡ് ചെയ്യുമ്പോൾ HSN കോഡ് അടക്കം കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻവോയ്സ് തന്നെ ഇവിടെ ഡയറക്റ്റ്ലി ഇൻവോയ്സ് വെച്ചിട്ട് HSN ഇമ്പോർട്ട് ചെയ്യേണ്ട ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. അപ്പോ നിങ്ങൾ ഇവിടെ GST ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ HSNന്റെ സമ്മറി ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇതും നിങ്ങൾ B2Bയും തമ്മിൽ ഓട്ടോമാറ്റിക്കലി സിസ്റ്റം തന്നെ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കും. അതിനുശേഷം ഓക്കെ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റൂ. ഇതേ സെയിം പ്രൊസീജിയർ തന്നെയാണ് B2C സപ്ലൈസ്. അത് ചെറിയ ടേൺ ഓവർ ഉള്ളവർ B2C ചെയ്യേണ്ട ആവശ്യമില്ല. ബിഗ് കമ്പനീസ് എന്തായാലും B2C ചെയ്യണം. 5 കോടിക്ക് മുകളിൽ ടേൺ ഓവർ ഉണ്ടെങ്കിൽ നിർബന്ധമായി B2Cന്റെ HSN സമ്മറിയും കൂടെ അപ്ലോഡ് ചെയ്യണം. B2Bയിൽ ഒരു ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ഇവിടെ B2B സപ്ലൈസിന്റെ HSN സമ്മറി ഇവിടെ കൊടുക്കണം. ഓക്കെ, ഇതാണ് HSNൽ വന്ന മെയിൻ ആയിട്ടുള്ള ഇത്. പിന്നെ ഞാൻ പറഞ്ഞാണെങ്കിൽ ഇതിൽ ഏത് ഡാറ്റ നിങ്ങൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാലും മാൻഡേറ്ററി ആയിട്ട് ഡോക്യുമെന്റ് ഇഷ്യൂഡിൽ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ നിങ്ങൾ ഡോക്യുമെന്റ് നമ്പർ കൊടുക്കണം. ഡോക്യുമെന്റ് നമ്പർ നോർമലി കൊടുക്കുന്ന കണക്ക് തന്നെയാണ് ഫ്രമും ടൂവും കൊടുക്കണം. അതുപോലെ തന്നെ ടോട്ടൽ എത്ര ഇൻവോയ്സ് നിങ്ങൾ ജനറേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കൊടുക്കണം. എന്തെങ്കിലും കാരണത്താൽ ക്യാൻസൽ ആയിട്ടുണ്ടെങ്കിൽ ആ ക്യാൻസൽ ചെയ്ത ഇൻവോയ്സ് എത്ര എണ്ണാണെന്നും ഇവിടെ കൊടുക്കണം. ഓക്കെ, അത് B2B കൊടുക്കണം, B2C കൊടുക്കണം. അതുപോലെ തന്നെ B2B B2C സെപ്പറേറ്റ്ലി കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ടോട്ടൽ ഇൻവോയ്സ് അടിച്ച സീരീസ് ഏത് മുതൽ, ഇപ്പം മെയ് മാസമാണ് ഫയൽ ചെയ്യുന്നുണ്ടെങ്കിൽ മെയ് 1 മുതലുള്ള സീരീസ് സ്റ്റാർട്ടിങ് കൊടുക്കണം, എൻഡിങ് കൊടുക്കണം. എത്ര ഇൻവോയ്സ് ക്യാൻസൽ ചെയ്തിട്ടില്ല ക്യാൻസൽ ഇൻവോയ്സ് കൊടുക്കണം. അത് 5 സീരീസിലുണ്ടെങ്കിൽ 5 സീരീസും കൊടുക്കണം. അത് സെയിൽസും കൊടുക്കണം, സെയിൽസ് റിട്ടേണും കൊടുക്കണം. ഡെലിവറി ചെലാൻ ഉണ്ടെങ്കിൽ ഡെലിവറി ചെലാനും കൊടുക്കണം. ഇതാണ് ഇതിൽ വന്ന GSTയിൽ വന്ന മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, ഇനി നമുക്കിത് ഓഫ്ലൈൻ ടൂൾ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം. കുറെ ആൾക്കാർ ഓഫ്ലൈൻ ടൂൾ വെച്ചിട്ടാണ് GSTയിലേക്ക് JSON ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഡൗൺലോഡ്സിൽ വന്ന് ചെയ്താൽ ഓഫ്ലൈൻ ടൂൾ ഉണ്ട്, റിട്ടേൺ ഓഫ്ലൈൻ ടൂൾ ഉണ്ട്. ഇവിടെ ലേറ്റസ്റ്റ് വേർഷൻ 3.2.2 വന്നിട്ടുണ്ട്. ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക, പ്രൊസീഡ് ചെയ്യുക. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ആവുന്നത് കാണാം. ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്നു. ഒരു ഫോൾഡർ ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട്
ജസ്റ്റ് എക്സ്ട്രാക്ട് ചെയ്യുന്നു. എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ഇതിൽ നമ്മൾ ചെയ്യുന്ന മെയിനായിട്ട് ഇതാണ് ഓഫ്ലൈൻ ടൂൾ വരുന്നത്. അത് നോർമലി നിങ്ങൾ യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ്, മാറ്റങ്ങളൊന്നും ഇല്ല. സാധാ ഓഫ്ലൈൻ ടൂൾ എങ്ങനെയാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ യൂസ് ചെയ്യുക. ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ചെറിയൊരു ടൈം എടുക്കും ഇത് ഇൻസ്റ്റാൾ ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ അത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമുക്ക് ഡെസ്ക്ടോപ്പിൽ വന്നത് അതിന്റെ കാണാം. അപ്പൊ ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓഫ്ലൈൻ ടൂളിന്റെ ക്ലാസ്സസ് എടുക്കുന്നില്ല, നമുക്ക് സെപ്പറേറ്റ്ലി ചെയ്യാം. കുറച്ച് ഡീപ്പ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ വേർഷൻ കാണിക്കുന്നുണ്ട്, വേർഷൻ 3.2.2 ന്യൂ കൊടുക്കുന്നു. ഞാൻ ജസ്റ്റ് ഇവിടെ GSTR 1 സെലക്ട് ചെയ്യുന്നു. ഏത് മാസമാണോ ഫയൽ ചെയ്യുന്ന അത് സെസ് ആണോ എന്ന് കൊടുക്കുക. അതുപോലെ തന്നെ ക്വാർട്ടർലി ഫയലർ ആണോ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഇൻവോയ്സിന്റെ ചോദിക്കുന്നുണ്ട്. നമുക്ക് 5 കോടിക്ക് മുകളിൽ ടേൺ ഓവർ ഉണ്ടെങ്കിൽ ഇൻവോയ്സ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ എസ് കൊടുക്കുക, അതല്ലെങ്കിൽ നോ കൊടുക്കുക. നിങ്ങളെ GST നമ്പർ ഇവിടെ കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇയർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ടേൺ ഓവർ 5 കോടിന്റെ മുകളിൽ ഉണ്ടെങ്കിൽ, 5 കോടിക്ക് മുകളിൽ ഉണ്ടെങ്കിൽ ഇവിടെ എസ് കൊടുക്കുക. ഇൻവോയ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങൾ നോ കൊടുക്കുക, പ്രൊസീഡ് കൊടുക്കുക. ഇനി മുതൽ ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം YCRന്റെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിങ്ങളെ ചില ടൂള് ആക്ടിവേറ്റ് ആകുന്നതും ഡീആക്ടിവേറ്റ് ആകുന്നതും. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഭയങ്കര മാൻഡേറ്ററി ആണ്. കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കുക, പ്രൊസീഡ് കൊടുക്കുക, എസ് കൊടുക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് CSV ഫയൽ ഇമ്പോർട്ട് ചെയ്യുന്ന തന്നെ ഇമ്പോർട്ട് ചെയ്യുക. ഇവിടെ വന്ന മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ച മനസ്സിലാവും. B2B ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ അമെന്റ്മെന്റ് കാര്യങ്ങളെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. HSNൽ വന്നു കഴിയുമ്പോൾ ഇവിടെ HSN സമ്മറി ഔട്ട്വേർഡ് സപ്ലൈ B2B വേറെ തന്നെ വന്നിട്ടുണ്ട്, B2C വേറെ തന്നെ വന്നിട്ടുണ്ട്. രണ്ടും സഗ്രിഗേറ്റ് ചെയ്തിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഓഫ്ലൈൻ ടൂൾ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറയുന്നത്. അത് നമ്മൾ ഫയലിലേക്ക് പോയാലും അതിന്റെ ഫയൽ കാണും. CSV ഫയൽ ഇവിടെ സെക്ഷൻ വൈസ് CSV ഫയൽ ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ GSTR 1 പോകുന്നു. ഇവിടെ ഇനി മുതൽ നമുക്ക് നോക്കിയാൽ HSN വൈസ് HSNൽ B2B വേറെ തന്നെ CSV ഫയൽ ഉണ്ട്, B2C വേറെ തന്നെ CSV ഫയൽ ഉണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇത് ഫില്ല് ചെയ്തിട്ട് വേണം നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ. ഓക്കെ, നമ്മൾ GSTR 1 കാര്യങ്ങളെല്ലാം ഫയൽ ചെയ്യുന്ന വീഡിയോ, അതിന് ലേറ്റസ്റ്റ് ആയിട്ട് ഫയൽ ചെയ്യുന്ന വീഡിയോ വരും ക്ലാസ്സുകളിൽ വരും. അപ്പൊ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്തിരിക്കാം. ഓക്കെ, ഇനി നമുക്ക് ടാലിയിൽ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് നോക്കാം. ടാലിയിൽ ജസ്റ്റ് വരാം. ഇതാണ് ടാലിയുടെ ഇന്റർഫേസ് വരുന്നത്. എനിക്ക് ടാലി പ്രീവിയസ് വേർഷനിൽ ഇത് അപ്ഡേഷൻ വന്നിട്ടുണ്ടോ എന്നറിയില്ല. 6.0 നിങ്ങൾക്ക് ഇതുപോലെ B2Bയും B2Cയും സെഗ്രിഗേറ്റ് ചെയ്തിട്ട് തന്നെ GST റിപ്പോർട്ട് എടുക്കാൻ, GSTR 1 റിപ്പോർട്ട് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ടാലി നിങ്ങൾ ഓൾറെഡി ഒരു ഫേമിൽ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ടാലിന്റെ എല്ലാവിധ സർവീസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടാലിന്റെ പർച്ചേസിങ് ആയാലും നിങ്ങൾക്ക് ഇനി ഇതിന്റെ അപ്ഡേഷൻ, അതായത് നിങ്ങൾ 5 ആണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 4 ആണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ERP ഏതെങ്കിലും ERP 9 ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ടാലി 6ലേക്ക്, ടാലി പ്രൈം 6.0ലേക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള നമ്മൾ എല്ലാവിധ സപ്പോർട്ടും കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണോ അതിന്റെ ചാർജ് വരുന്നത് വെച്ചാൽ നോർമൽ സോഫ്റ്റ്വെയറിന് എനിക്ക് തോന്നുന്നു 25-35% മറ്റാണ് നിങ്ങൾക്ക് അപ്ഡേഷൻ ചെയ്യണമെങ്കിൽ അതിന്റെ ചാർജ് വരിക. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയുന്നുണ്ടെങ്കിൽ നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ നമ്പറും കാര്യങ്ങളും കൊടുക്കാം. ജസ്റ്റ് അതിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ടാലി കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ടാലി 6.0 ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നോർമലി നമുക്ക് ഇവിടെ ജസ്റ്റ് Ctrl+G അടിക്കുന്നു. Ctrl+Gയിൽ നമുക്ക് ഇവിടെ സെർച്ച് ചെയ്യാൻ പറ്റും GSTR 1 റിപ്പോർട്ട് എടുത്തു. നമ്മൾ മെയ് മാസമാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ മെയ് മാസം സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. F ശേഷം മെയ് മാസം സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പൊ ഇവിടെ റിപ്പോർട്ട് എടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ നമുക്ക് റിപ്പോർട്ട് വരാം. അതായത് B2B ഇവിടെ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ B2C ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ ടേബിൾ 12ലേക്ക് പോയി കഴിഞ്ഞാൽ HSM സമ്മറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ
ഒറ്റൊരു HS സമ്മറി വരുന്നത്. അതായത് നമുക്കിവിടെ നേരത്തെ റിപ്പോർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ B2B എത്രയാണുള്ളത്, ടാക്സബിൾ വാല്യൂ ഇത്രയാണ് ഉള്ളത്. അതായത് 10,35,000, B2C 5,42,500. പക്ഷെ HSN കോഡിലേക്ക് വന്നു കഴിയുമ്പോൾ അത് രണ്ടും ഒരുമിച്ചാണ് നമുക്ക് ഇവിടെ വരുന്നത്. ടാക്സബിൾ വാല്യൂ 15,77,500. ഇനി മുതൽ നമുക്ക് GSTയിൽ ഇത് ഒരുമിച്ച് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല, രണ്ടും സെപ്പറേറ്റ്ലി തന്നെ അപ്ലോഡ് ചെയ്യണം. അപ്പൊ അതെങ്ങനെ ടാലിയിൽ ഇനേബിൾ ചെയ്യുന്നത്, ജസ്റ്റ് F12ലേക്ക് വരാം, ജസ്റ്റ് F11ലേക്ക് വരാം. F11 ഫീച്ചറിൽ ഇവിടെ GSTയുടെ ഇവിടെ താഴെ സെറ്റ് ആൾട്ടർ കമ്പനി GST റേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട്, റേറ്റ് ആൻഡ് അതർ ഡീറ്റെയിൽസ്. ജസ്റ്റ് എസ് ആക്കി കൊടുക്കുക. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഇന്റർഫേസിലേക്കായിരിക്കും നിങ്ങൾക്ക് വരിക. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ മോർ ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്യുക. മോർ ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഷോ മോർ. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ സെപ്പറേറ്റ് B2B ആൻഡ് B2C HSN സമ്മറി അപ്ലിക്കബിൾ ഫ്രം എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നമുക്ക് സെപ്പറേറ്റ്ലി B2Bയും B2Cയും റിപ്പോർട്ട് വേണമെന്ന് ഇവിടെ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമുക്കത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് വേണം, അത് ഏത് മാസം മുതലേ വേണ്ടത് അത് ഇനേബിൾ ചെയ്യാം. അതായത് 1/5/25 മുതൽ നമുക്ക് ഇത് വേണം. ജസ്റ്റ് ഞാൻ അത് സെലക്ട് ചെയ്തിട്ട് Ctrl+A അടിച്ച് സേവ് ചെയ്യുന്നു. ഇവിടെ Ctrl+A അടിച്ച് സേവ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് നേരത്തെ വന്ന് GST റിപ്പോർട്ടിലേക്ക് പോയാലോ. GST റിപ്പോർട്ടിലേക്ക് ജസ്റ്റ് പോവാ. സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് എടുക്കുന്നു. ഇവിടെ GST റിപ്പോർട്ട്, ഇവിടെ GSTR 1. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് Ctrl+G അടിച്ചിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ടും പോകാൻ പറ്റുന്നതാണ്. ഡേറ്റ് ഇവിടെ കൊടുക്കുന്നു. ഇവിടെ നമ്മളിപ്പോ മാറ്റം വരുത്തിയത് കൊണ്ട് ഇവിടെ റീകാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് എസ് കൊടുത്തിട്ട് റീകാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പൊ നേരത്തെ വന്ന കണക്കിന് നമുക്ക് HSN സമ്മറിയിലേക്ക് വന്നു നോക്കാം. HSN സമ്മറിയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം B2Cന്റെ സെപ്പറേറ്റ്ലി കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ B2Bൻ്റെതും സെപ്പറേറ്റ്ലി കാണിക്കുന്നുണ്ട് HSN റിപ്പോർട്ട്. ഓക്കെ, ഇങ്ങനെയാണ് ടാലിയിൽ ഇത് ഇനേബിൾ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് JSON ഫയലും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എററും അടിക്കില്ല. പിന്നെ വരാൻ പോകുന്ന എറർ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നിങ്ങൾ ചെയ്ത് എന്നിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ വീണ്ടും എറർ അടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ നേരത്തെ എന്താ നിങ്ങളോട് പറഞ്ഞത്, HSNന്റെ ഒരു ലിസ്റ്റ് ഉണ്ട് സൈറ്റില്. ഇതിൽ പറയുന്ന HSN മാത്രമേ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഈ HSNും നിങ്ങൾ അപ്ലോഡ് ചെയ്ത HSNും ഈ ഒരു HSN തമ്മിൽ ചെക്ക് ചെയ്ത് നോക്കാം, ഏതെങ്കിലും ഈ ഒരു ലിസ്റ്റിൽ ഇല്ലാത്ത HSN ഉണ്ടോന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ അപ്ലോഡ് ചെയ്യാം, എങ്കിൽ നിങ്ങൾക്ക് എററും കാര്യങ്ങളൊന്നും അടിക്കില്ല. ഇതാണ് GSTയിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേഷന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ നിങ്ങളെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് കാര്യങ്ങൾക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായം കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ കമന്റ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ഫ്രീ ആയിട്ട് ക്ലാസ്സും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ ടാലിന്റെ എൻ്റയർ കോഴ്സ്, ഫുൾ കോഴ്സ് നമ്മളിപ്പോൾ ക്ലാസ് റൺ ചെയ്യുന്നുണ്ട്. എക്സൽ ക്ലാസ്സും അതുപോലത്തെ മറ്റു ബില്ലിംഗ് സോഫ്റ്റ്വെയറിന്റെ ക്ലാസ്സസിലും നമ്മൾ അതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളത് ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചിട്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ടാലി അപ്ഡേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കാൻ, താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ജസ്റ്റ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രീവിയസ് വേർഷന് ലേറ്റസ്റ്റ് 6.0ലേക്ക് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും മാത്രമേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇറ്റ്സ് മീ ആഷിഫ്.